കളവ് പറഞ്ഞ് കാര്യങ്ങൾ നേടുക എന്നത് ചിലരുടെ സ്വഭാവമാണ്. ചില കളവുകൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിത്തരും. അപ്പോൾ പിന്നെ കൊതിമൂക്കും. എന്തിനും ഏതിനും കളവ് പറയുക എന്നത് സ്വഭാവം തന്നെയായി മാറും. ഒടുവിലോ കള്ളി വെളിച്ചത്താവും. അതോടെ എല്ലാം നശിക്കാനും ഇടവരും. നമുക്ക് ഒരു കുരങ്ങന്റെ കഥ കേൾക്കാം. കുരങ്ങനെയും കൂട്ടി ഒരാൾ കപ്പൽ യാത്ര ചെയ്യുകയായിരുന്നു. മാസങ്ങൾ തന്നെ നീണ്ട കപ്പൽ യാത്രയിൽ നേരമ്പോക്കിനായാണ് കുരങ്ങനെ കൂട്ടിയത്. യാത്ര തുടർന്ന് ഏറെ നാൾ പിന്നിടുമ്പോഴേക്കും തന്നെ കടൽ വല്ലാതെ ശോഭിച്ചു. കടൽക്കാറ്റും വൻ കോളിളക്കവും കാരണം കപ്പൽ മുങ്ങി. കപ്പലിലുണ്ടായിരുന്നവരെല്ലാം കടലിലായി. കുരങ്ങൻ നടുക്കടലിൽ ഏതാണ്ട് മുങ്ങിച്ചത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുകണ്ട ഒരു ഡോൾഫിൻ ആ കുരങ്ങനെ അടിയിൽ നിന്ന് താങ്ങി പതുക്കെ അവനെയും കൊണ്ട് കരയിലേക്ക് നീന്തി തുടങ്ങി. ഡോൾഫിന്റെ വിചാരം മുങ്ങിത്താണുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ താനിതാ രക്ഷിക്കുന്നു എന്നായിരുന്നു. ഏതാണ്ട് തീരത്തെത്താറായപ്പോൾ ഡോൾഫിൻ കുരങ്ങനോട് പറഞ്ഞു, "ഇതാ നാം ഏതൻസ് എന്ന തുറമുഖത്തെത്താൻ പോകുന്നു." "ഹാ, ഏതൻസ്? ഹാവൂ," കുരങ്ങൻ ഡോൾഫിനോട് പറഞ്ഞു. ഇതുകേട്ട ഡോൾഫിൻ ചോദിച്ചു, "എന്താണിത്ര സമാധാനം? അങ്ങ് ഏതൻസുകാരനാണോ?" കുരങ്ങൻ പറഞ്ഞു, "എന്താണ് സംശയം? പണ്ടുപണ്ടേ എന്റെ കുടുംബം ഏതൻസുമായി ബന്ധമുള്ളതാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഏതൻസിൽ താമസിച്ചു പോന്ന ഒരു കുടുംബത്തിലാണ് ഞാനും പിറന്നത്." ഡോൾഫിൻ ചോദിച്ചു, "ഓ ശരി, അപ്പോൾ പിറയൂസുമായി അങ്ങയ്ക്ക് നല്ല പരിചയമായിരിക്കും അല്ലേ?" കുരങ്ങൻ പറഞ്ഞു, "നല്ല തമാശയായി പോയി. പിറയൂസോ എന്റെ സുഹൃത്താണ്, ആത്മസുഹൃത്താണ് അദ്ദേഹം." തന്നെ വിഡ്ഢിയാക്കിക്കൊണ്ട് കുരങ്ങൻ പച്ചക്കള്ളം പറയുകയാണെന്ന് ഡോൾഫിന് ബോധ്യമായി. പിറയൂസ് ഒരു തുറമുഖമാണെന്ന സത്യമറിയാതെ തന്റെ സുഹൃത്താണെന്ന നുണ തട്ടിവിട്ട കുരങ്ങനോട് ഡോൾഫിന് വല്ലാത്ത ദേഷ്യം തോന്നി. ഇങ്ങനെ പച്ചക്കള്ളം നാണമില്ലാതെ തട്ടിവിടുന്ന ഇവനെ എന്തിന് രക്ഷിക്കണം എന്ന ചിന്തയിലായി ഡോൾഫിൻ. ഏതായാലും പെരുങ്കള്ളം പറയുന്ന ഇവനെ രക്ഷിക്കുന്നത് ശരിയല്ലെന്നുറപ്പിച്ച ഡോൾഫിൻ കുരങ്ങനെ കടലിലിട്ട് പതുക്കെ തന്റെ വഴിക്ക് നീന്തിപ്പോയി. കുരങ്ങൻ വീണ്ടും പഴയ പോലെ കടലിൽ മുങ്ങിയും താണും ശ്വാസം മുട്ടി കടലിനടിയിലേക്ക് താണു പോയി.